ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ മാക് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L366 ഗൈസ്, ലാലേട്ടൻ തരുൺമൂർത്തി പടത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ 55 ദിവസത്തെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കിലാണ്. ഇനി മെയ് 5-നാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ പാട്രിയോട്ടിൻ്റെ പ്രൊമോഷൻ ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ലാലേട്ടൻ ഫാമിലി ആയിട്ട് ഒരു ടൂറും പോകണ്ടെന്ന് തോന്നണം ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മെയ് 5-നാണ് ഒഫീഷ്യലായിട്ട് അവർ ഇട്ടിട്ടുണ്ടായി. മെയ് 5-നാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങണേന്ന്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്രിയോട്ടിൻ്റെ ആണ് ഗൈസ്. പാട്രിയോട്ടിൻ്റെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഒഫീഷ്യലായിട്ട് റിലീസ് ഡേറ്റ് മാറ്റിയത് അവർ ഇട്ടിട്ടുണ്ടായി. എനിക്കറിയാം, ഞാൻ ലേറ്റായി പോയെന്ന്. എനിക്ക് അന്ന് അപ്ഡേറ്റ് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ വേറൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായി. അപ്പോൾ അത് പറയണതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ഒന്നുകൂടി പറയാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഇപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഗൈസ്, നമ്മുടെ പാട്രിയോട്ടിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. മെയ് 1-ലേക്കാണ് മാറ്റിയേക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ്റെ ഇതായിട്ട് അതിൻ്റെ ട്രെയിലർ റിലീസാവുന്നുണ്ട് ഗൈസ്, ഏപ്രിൽ 4. അപ്പോൾ അതിൻ്റെ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയും തിയേറ്ററിൽ വന്നിട്ടാണ്. ലാലേട്ടൻ നമ്മുടെ എറണാകുളം കവിത തിയേറ്ററിലും മമ്മൂക്ക തൃശ്ശൂർ രാഗം തിയേറ്ററിലുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും വൈകിട്ട് 6 മണിക്ക് 2 തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ട്രെയിലർ ലൈവായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി 2-ൻ്റെ ആണ് ഗൈസ്. പണി 2-ൻ്റെ ഷൂട്ടിങ് ഈ മാസം എൻഡോട് ഉണ്ടാവുമെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടത്. നമുക്കതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്കതിന് കാത്തിരിക്കുക. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോടെയാണ് ഗൈസ്. കുറേ റൂമേഴ്സ് ഉണ്ടായത് കാരണം ടൊവിനോ നമ്മുടെ NTRൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ടെന്ന് വില്ലൻ റോളിൽ. അപ്പോൾ ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ പ്രൊമോഷനും കാര്യങ്ങളിലും ഇതിൻ്റെ ഇടയിൽ ടൊവിനോ പറഞ്ഞ് ഞാൻ അതിൽ അഭിനയിക്കണില്ല എന്ന്. എന്തോ ഡേറ്റ്സിൻ്റെ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനായകൻ്റെയാണ് ഗൈസ്. ജനനായകൻ റിലീസ് ഏപ്രിൽ 30 അല്ലെങ്കിൽ ഏപ്രിൽ 20 നോക്കണ്ടെന്ന് ഇങ്ങനെ റൂമേഴ്സ് കേൾക്കേണ്ടത് ഗൈസ്. എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പാടില്ല. നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമ്പോൾ അറിയാലോ ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കത്തനാരൻ്റെ ആണ് ഗൈസ്. കത്തനാരൻ്റെ ടീസർ ട്രെയിലർ ഗ്ലോബൽ ട്രെൻഡിങ്ങിൽ 1-ലായിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് പോസ്റ്റർ ഇട്ടിട്ടുണ്ടായി. പിന്നെ ഗൈസ്, ഞാൻ ട്രെയിലറിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. നല്ല ക്വാളിറ്റി ഉണ്ടായി കാണാൻ വേണ്ടി. പിന്നെ വിഷ്വലാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ട്രെയിലർ ടീസർ രണ്ടും കമ്പയർ ചെയ്താൽ എനിക്ക് ടീസറാണ് ഗൈസ് കുറച്ചുകൂടി ഇഷ്ടമായത്. ട്രെയിലർ ഒട്ടും മോശമല്ല, അടിപൊളി ട്രെയിലർ തന്നെയാണ്, നല്ല ട്രെയിലർ. പക്ഷേ രണ്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ടീസറാണെന്നുള്ളൂ ഗൈസ്. പിന്നെ നമ്മുടെ വേറൊരു അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മുടെ വൺ പീസ് അങ്ങനെ വരാൻ വേണ്ടി, ഇത് അപ്ഡേറ്റ്സ് അല്ല ഗൈസ്, നമ്മുടെ വൺ പീസിന് വരാൻ വേണ്ടി വെറും 2 ദിവസം കൂടി ഉള്ളൂ ഗൈസ്. ഞാൻ അപ്പോൾ നിങ്ങളോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഫൈനലി ഗൈസ്, പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ പറഞ്ഞില്ല ഗൈസ്, അതായത് നമ്മൾ മാങ്ക ചാപ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റീസെൻ്റായിട്ട് ഇറങ്ങിയ ചാപ്റ്ററിൻ്റെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സ്പോയിലേഴ്സിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പോഴും അടുത്ത ചാപ്റ്ററിൻ്റെ സ്പോയിലേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് ഗൈസ്, ഇനി സ്പോയിലേഴ്സ് അങ്ങനെ ചെയ്യില്ല. കാരണം ആ ചാപ്റ്റർ വായിക്കുമ്പോൾ എനിക്ക് അത്ര ഇതങ്ങ് കിട്ടില്ല. ആ ചാപ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഇത് കിട്ടണില്ല. കാരണം ആ കഴിഞ്ഞ ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം അത്ര കിട്ടിയില്ല. ചാപ്റ്റർ വായിച്ചിട്ട് ആ എത്രത്തോളം അതിൻ്റെ ഒരു ഇതുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്, അത് കിട്ടണില്ല. അത്ര കിട്ടിയില്ല. കാരണം ഓൾറെഡി ഇത് അറിയണോണ്ട്, സ്പോയിലേഴ്സിൽ വന്നേക്കണോണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സ്പോയിലർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ സ്പോയിലേഴ്സ് ഇങ്ങനെ കുറച്ച് ഓൾറെഡി പല പേജസും ഫോളോ ചെയ്യണതുകൊണ്ട് കുറച്ച് സ്പോയിലേഴ്സ് ഇങ്ങനെ വന്ന് വായിച്ചില്ല. ജസ്റ്റ് ഇമേജസും ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടപ്പോൾ നമുക്ക് ഒരു ചെറിയ സ്പോയിലേഴ്സിൻ്റെ ഹിൻഡ് കിട്ടി. കാരണം ഓൾറെഡി ചാപ്റ്റർ അറിയണതുകൊണ്ട്. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് പോയേ ചെയ്താൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളോടൊന്ന് ചോദിക്കാറ്, നിങ്ങൾക്ക് സ്പോയിലേഴ്സ് വീഡിയോ താല്പര്യം ഉണ്ടോ ഗൈസ്? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ പറയണനുസരിച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് നിൽക്കണം. പിന്നെ നമ്മുടെ വൺ പീസിൻ്റെ എപ്പിസോഡ്സിൻ്റെ കാര്യം പറഞ്ഞ ഗൈസ്, ഇനി 2 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ എൽബാഫാർക്ക് തുടങ്ങാൻ വേണ്ടി. സന്തോഷം ഗൈസ്, കാരണം എത്ര നാളെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഫൈനലി വെറും 2 ഡേയ്സും കൂടി. ഹാപ്പി ഗൈസ്. പിന്നെന്താ പറയുക, വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ അത്രേ ഉള്ളൂ നമ്മുടെ അപ്ഡേറ്റ്സ്. എനിക്കറിയാം ചെറിയ വീഡിയോസ് ആണെന്ന്. ഞാൻ നല്ല രീതിയിലെല്ലാം ചെയ്യാൻ വേണ്ടി നോക്കാം ഗൈസ്. ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു. ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതാണ് ഞാനത് കൊണ്ടുവരിക ഗൈസ്. അപ്പോൾ ഒന്നും കൂടിയും താങ്ക് യു. ബൈ.